ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ടായിരുന്നു നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചൊരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ശിവനും കമലയും മനുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അങ്ങനെ രോഹിത്തിന് ജാമ്യം കിട്ടിയത് അലീന കാരണം തന്നെയാണ്. അലീന ശരണ്യയുടെ വീട്ടിൽ പോയി ശരണ്യയുടെ കാല് പിടിച്ചു മൊഴി മാറ്റിപ്പിച്ചതാണ് എന്നാണ് നമ്മുടെ കമല പറയുന്നത്. ഇത് കേട്ടിട്ട് മനുവിനും ശിവനും ചൊറിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല കമലെ സംഭവം, നീ ഒന്ന് മനസ്സിലാക്കാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാ സംഭവം. നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എല്ലാവർക്കും പറ്റുമായിരിക്കും, പക്ഷേ എന്റെ കണ്ണിൽ പൊടിയിടാൻ ആർക്കും പറ്റത്തില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങളെ ഇങ്ങനെ നടന്നോ മിണ്ടാതെ. പിന്നെ പെങ്ങടെ മോനാണല്ലോ രക്ഷപ്പെട്ടത്, സ്വന്തം മകൻ രക്ഷപ്പെട്ടിട്ടുമില്ല, എന്നിട്ട് ഞെളിഞ്ഞു കുത്തിപ്പിടിച്ചു നടന്നു. അപ്പൊ നമ്മുടെ ശിവൻ ചോദിച്ചു, അലീന എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അതും ഞാനിനി വിശദീകരിക്കണോ? അന്നേ ഞാൻ പറഞ്ഞതാ, ആ നശിച്ച പെണ്ണിനെ കണ്ട് മൊഴി മാറ്റിക്കാനായിട്ട്. അപ്പൊ സമുദായക്കാര്, നാട്ടുകാര്, പോലീസുകാര് സമ്മതിക്കുന്നില്ല, കോളനിക്കാര് തടയുന്നു. ഇങ്ങനെ എന്തെല്ലാം കാരണമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. എന്നിട്ട് അവള് സൂത്രത്തില് കാര്യം സാധിച്ചെടുത്തത് കണ്ടോ നിങ്ങള്? സ്നേഹവും സഹതാപവും കണ്ണീരും ഒക്കെ കാണിച്ച് അവള് ആ പെണ്ണിനെ കയ്യിലെടുത്തു. അതിനെ കൊണ്ട് മൊഴി മാറ്റി പറയിക്കുകയും ചെയ്തു. അതാണ് മിടുക്ക്, ഒന്നൊന്നര മിടുക്ക്. അതിന്റെ ഒരു പാതി ബുദ്ധിയെങ്കിലും ഈ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ എന്റെ ഹരിമോൻ ഇവിടെ വന്നിരുന്നേനേന്ന്. ഇത് കേട്ടത് നമ്മുടെ മനുവിന് ദേഷ്യം വന്നിട്ട് മനു പറഞ്ഞു, ഇതെല്ലാം അമ്മയുടെ തെറ്റിദ്ധാരണയാണ്, അത് മനസ്സിലാക്കുക. അലീന പറഞ്ഞിട്ടൊന്നും അല്ല ആ കുട്ടി മൊഴി മാറ്റിയത്, അത് മനസ്സിലാക്കാൻ നോക്കുക. രോഹിത് തെറ്റൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാ. അയ്യോടാ പച്ച പാവം, തെറ്റൊന്നും ചെയ്യാത്ത ഇള്ള കുട്ടിയാണല്ലോ. പിന്നെ അവൻ എന്തിനാ ആ വീട്ടിൽ പോയതെന്ന്? തെറ്റൊന്നും ചെയ്യാഞ്ഞിട്ടാണോ? ഹോ, നീ ഇങ്ങനെ ഒരു തിരുമണ്ടനായി പോയല്ലോടാ മനു മണകൊണാഞ്ച. ആ അലീന പറയുന്ന നോണയൊക്കെ അങ്ങ് വിശ്വസിച്ചോ? അതിന് അലീന എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അമ്മേ. അവള് അങ്ങനെയൊന്നും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവളല്ലെന്ന് എനിക്കറിയാം. ഓ, പുണ്യാളത്തി അല്ലേ അവള്, പുണ്യാളത്തി. നീ അവളെ ഒരു രൂപക്കൂട്ടിലിരുത്തി മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചോണ്ടങ്ങ് ഇരുന്നോ. പറഞ്ഞിട്ട് എന്താ കാര്യം? പട്ടിയെ പോലെ വാലാട്ടി നീ അവളുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ. അവളോട് പറഞ്ഞ് സ്വന്തം അനിയനെ കൂടി ഒന്ന് രക്ഷിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോടാ. അതെങ്ങനെ തോന്നും? അല്ലെങ്കിലും അശേഷം കൂടപ്പിറപ്പ് സ്നേഹം ഇല്ലാത്തവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അമ്മേ, വെള്ളം കുടിക്കണമല്ലോ. അതിപ്പോ ഞാൻ എന്ത് ചെയ്താലും ആരെന്ത് ചെയ്താലും ചെയ്യും. തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കും. ഇത് ലോകനീതി തന്നെയാ. ഓ പിന്നെ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ അമ്മയ്ക്ക് എന്നെ കുറ്റപ്പെടുത്തുമ്പോ എന്തെങ്കിലും മനസ്സുഖം കിട്ടുമെങ്കിൽ അമ്മ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു, ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ മനു അങ്ങ് എണീറ്റ് പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശിവനും അവിടെ ഇരുന്നിട്ട് പിന്നെ കാര്യമില്ലെന്ന് മനസ്സിലായി. നമ്മുടെ കമലയുടെ വായിലിരിക്കുന്ന കേക്ക് എന്നുള്ളതല്ലാതെ കമലയ്ക്ക് ലെവലേശ വെളിവില്ലെന്ന് മനസ്സിലായ ശിവനും അവിടെ നിന്ന് എണീറ്റ് പോവാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവനല്ല, സോറി, ബാലചന്ദ്രമേനോനാട്ടോ. ബാലചന്ദ്രമേനോന് ജയിലിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുകയാണ്. അവിടെ ബബിതയും കൃഷ്ണയും അതുപോലെ തന്നെ നമ്മുടെ അലീനയും ഉണ്ട്. അപ്പം നമ്മുടെ ബബിത പറഞ്ഞു, അത് പിന്നെ അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? അച്ഛൻ രോഹിയേട്ടനെ കൊണ്ടുവരാനാണോ പോകുന്നത്? അതെ, ഞാൻ രോഹിനെ കൊണ്ടുവരാൻ പോവാണ്. അതെ, ഞാനും വന്നോട്ടെ. അതിനിപ്പോ എന്താ പോരേന്ന് പറഞ്ഞു. ഏതായാലും ബബിത എന്ത് ചെയ്തു, നേരെ ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് പോയിട്ടോ. ഏതായാലും കൃഷ്ണമോളോട് ചോദിച്ചു, ബാലചന്ദ്രൻ നീ വരുന്നോടി? എനിക്ക് പറ്റത്തില്ല രോഹിയേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാന്. നീ വെറുതെ കാറിനകത്ത് ഇരുന്നാ മതിയെന്നേ. അത് പിന്നെ ഇവിടെ വരുമ്പോ കാണാലോ. അത് മതി. അത് മതിയെങ്കിൽ അത് മതി. അല്ല അലീനെ, നീ വരുന്നുണ്ടോ? അത് പിന്നെ ഇല്ല അച്ഛാ, ഞാൻ വരുന്നില്ല. അല്ല, നീയാണ് വരാൻ ഏറ്റവും യോഗ്യത ഉള്ളവള്. അതറിയാലോ. അപ്പം വേണമെങ്കിൽ വാ നീ. അത് പിന്നെ എനിക്ക് കറക്റ്റന്റെ പുറകിൽ നിൽക്കുന്നത് അച്ഛാ ഇഷ്ടം, ഫ്രണ്ടിലേക്ക് കയറി വരുന്നത് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ വരണ്ട, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാ. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത പറഞ്ഞു, അച്ഛാ ഞാൻ റെഡി. എന്നാ പിന്നെ ബാ നമുക്ക് പോകാം. അതെ, ഞങ്ങൾ പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാട്ടോ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയും നമ്മുടെ ബാലചന്ദ്രനും കൂടെ നെടുമ്പുരയ്ക്ക് വീട്ടിൽ നിന്ന് രോഹിത്തിനെ കൂട്ടാനായിട്ട് ഇറങ്ങുകയാണ്. നിറപുഞ്ചിരിയോട് കൂടി തന്നെ അലീനയും നമ്മുടെ കൃഷ്ണമോളും ഒക്കെ നിപ്പുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ സബ് ജയിലാട്ടോ കാണിക്കുന്നത്. അങ്ങനെ സബ് ജയിലില് നമ്മുടെ ബാലചന്ദ്രൻ ചെന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ രോഹിതിനെ ജയിലിൽ നിന്ന് പുറത്തു വിടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് സബ് ജയിൽ ഇങ്ങനെ തുറന്നതും ഒരു പോലീസുകാരൻ നമ്മുടെ രോഹിത്തിനെ കൊണ്ടുവരുന്നതും. കൊണ്ടുവന്നതേ തന്നെ നമ്മുടെ ബാലചന്ദ്രന്റെ കണ്ണും മനസ്സും ഒക്കെ നിറയുവാണ് കേട്ടോ. ഏതായാലും ബാലചന്ദ്രനെ ഒരു നോട്ടം രോഹിത് നോക്കുന്നുണ്ട്.
ഈ സമയത്ത് കൂടെയുള്ള പോലീസുകാരും ചോദിച്ചു ആരാ നിങ്ങൾ എന്ന്. അപ്പൊ പറഞ്ഞു അത് പിന്നെ ഈ എന്റെ മകനാ, ID കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് ആ ID കാർഡ് കൊടുക്കുകയാണ്. ID കാർഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാ കൊണ്ടോക്കോ എന്ന് പറഞ്ഞിട്ട് ID കാർഡ് തിരിച്ചും കൊടുത്തിട്ട് നമ്മുടെ രോഹിത്തിനെ പറഞ്ഞു വിടുകയാണ്. അപ്പൊ രോഹിത്തിന്റെ കയ്യിൽ പിടിച്ച് നമ്മുടെ ബാലചന്ദ്രൻ കാറിനകത്തേക്ക് കയറ്റിയാണ് കേട്ടോ. മനസ്സൊക്കെ ഒരുപാട് തകർന്നിരിക്കുകയാണല്ലോ. അപ്പൊ കയ്യിൽ പിടിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കാറിന്റെ ഫ്രണ്ടിൽ ഇരുത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് ഫ്രണ്ടിൽ ഇരിക്കാൻ തയ്യാറായില്ല. അപ്പോഴത്തേക്കും ബബിത പറഞ്ഞു ഇതെന്താ രോഹിത്തേട്ടാ ഫ്രണ്ടിൽ ഇരിക്കുക. ഒരു കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. നേരെ പുറകെ കയറിയിരുന്നു. ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുമോളെ, നീ കേറ എന്ന് പറഞ്ഞു. അങ്ങനെ ബബിത കയറി ഫ്രണ്ടിൽ ഇരുന്നു. എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ നമ്മുടെ രോഹിത്തിനോട്. എടാ മോനെ, എന്താടാ നീ മിണ്ടാത്തത്? നീ വിഷമിക്കണ്ട കേട്ടോ, ലേശം വേണ്ട. ഞങ്ങൾ ആരും നിന്നെ കൈവിടാനൊന്നും പോകുന്നൊന്നുമില്ല. മനുഷ്യരല്ലേ, തെറ്റുപറ്റും, അത് സ്വാഭാവികമാണ്. മനുഷ്യരാകുമ്പോൾ തെറ്റുപറ്റാത്തവരായി ലോകത്ത് ആരുമില്ല. പോട്ടെ, എല്ലാം മറന്നു കയറാം, എല്ലാം നമ്മൾ മറക്കണം. ഇനി ഒന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത രോഹിയേട്ട എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴും രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ ബബിത പറഞ്ഞു അത് പിന്നെ രോഹിയേട്ടൻ എന്താ പ്രതികരിക്കാത്തത്? അച്ഛനെ എന്നോടല്ലല്ലോ പറഞ്ഞത്, രോഹിയേട്ടനോടല്ലേ? എന്നിട്ടും പ്രതികരിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു എടാ നീ ഇങ്ങോട്ട് വന്ന കണ്ടപ്പം ഹരിയൊക്കെ എന്നാ പറഞ്ഞു? ഹരി എന്തെങ്കിലും സംസാരിച്ചോ? ഹരി എന്തെങ്കിലും പറഞ്ഞോ? എടാ നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും നിനക്ക് പറയാനില്ലേ? അപ്പൊ നമ്മുടെ രോഹിത് പറഞ്ഞു അത് പിന്നെ എനിക്കൊന്നും പറയാനില്ല, ഒന്നും മിണ്ടാനില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ആകപ്പാടെ ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് രോഹിത് ഉള്ളത്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു എടാ മോനെ, നമുക്കൊരു കോഫിയോ ചായയോ എല്ലാം കുടിച്ചിട്ട് പോയാലും ഇവിടെ ഇറങ്ങി. നീ വിശന്നിരിക്കല്ലേ? വേണ്ട, എനിക്കൊന്നും വേണ്ട. അല്ല, ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോവാടാ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെ നമ്മുടെ ബാലചന്ദ്രനും പറഞ്ഞു. ഈ സമയത്ത് ബബിത പറഞ്ഞു വേണ്ട അച്ഛാ, നമുക്ക് ചായ ഒന്നും കുടിക്കാൻ നിൽക്കേണ്ട, നമുക്ക് പോകാന്ന് ബാലചന്ദ്രനോട് പറഞ്ഞു. അങ്ങനെ ഇവര് വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. റോഡ് കാണിക്കുന്നു, സ്പീഡിൽ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നെടുമ്പുരയ്ക്കൽ വീടാണ്. അവിടെ ചെന്ന് വണ്ടി നിർത്തുന്നു. നമ്മുടെ രോഹിത് പതിയെ ഇറങ്ങുന്നു. രോഹിത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ എന്ന കോളിംഗ് ബെൽ അടിക്കുകയാണ്. കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്കും അലീന വന്ന് വാതിൽ തന്നിട്ട് എന്തിയാ അവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ കാറിലേക്ക് നോക്കുമ്പോൾ പതുക്കെ ഇറങ്ങി വരികയാണ്. നമ്മുടെ രോഹിത് ഇറങ്ങി വരുന്നത് തന്നെ കാലിൽ ചെരുപ്പില്ലാതെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. തലയൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നത് പോലെ വന്ന് പെരക്കകത്ത് കയറി നേരെ സ്റ്റെയറിൽ കയറിയിട്ട് ആ ഒരു സ്റ്റെയറിലെ ആ ഒരു കൈവരിയിൽ ഇങ്ങനെ പിടിച്ച് എന്തോ സമനില തെറ്റിയ ഒരു അവസ്ഥയിലാണ് മേളിലേക്ക് കയറി പോകുന്നത്. അലീന ഇത് കണ്ടിട്ട് അലീനയ്ക്കും എന്തോ പോലെ തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനെ സമാധാനിപ്പിക്കാനായിട്ട് അലീന പറഞ്ഞു ഇത്രയും ദിവസം ജയിലായിരുന്നല്ലോ, അതുകൊണ്ട് ആ മൂഡിൽ നിന്ന് പെട്ടെന്ന് മാറാനേ പറ്റത്തില്ലായിരിക്കും. അത് പിന്നെ മോളെ അവൻ കാറിൽ വെച്ച ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അച്ഛ അവനെ ഭയങ്കര നാണക്കേടായിരിക്കും. അത് ആർക്കാണെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ. എല്ലാവരും അവനെ ഒരു റേപ്പ് കേസിലെ പ്രതിയായിട്ടല്ലേ കണ്ടത്. പെട്ടെന്ന് നമ്മളോടൊക്കെ ഇടപെടാനായിട്ട് പ്രയാസം ഉണ്ടായിരിക്കും. അത് പിന്നെ അവന് അത്രയ്ക്ക് നിരപരാധിയൊന്നും അല്ലല്ലോ. അവനിതിൽ ചെറിയ പങ്കൊക്കെ ഉണ്ടല്ലോ. അതും അവനെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും. അവൻ അറിയാതെ ചെന്ന് ചാടിയതല്ലേ. നമ്മൾ നല്ലതുപോലെ ക്ഷമ കാണിക്കേണ്ട സമയം. അവൻ എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ. അവനിപ്പോ ഫ്രീ ആയിട്ട് വിടണം. നമ്മൾ ഒരിക്കലും അവന്റെ പുറകെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെട്ടത് വരത്തില്ല. അതുകൊണ്ട് അച്ഛൻ പോയി ഫ്രഷ് ആകുക എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് പോയി കേട്ടോ. ഏതായാലും ബബിതയാണെങ്കിൽ അലീനയെ ഒരു നോക്കി പേടിപ്പിച്ചിട്ട് ബബിത അങ്ങ് പോയി. അലീനയും വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈജ. അപ്പൊ വൈജയുടെ എടുത്തിട്ട് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു അത് പിന്നെ മേഡം സന്തോഷ വാർത്ത ഉണ്ടല്ലോ, മേഡത്തിന്റെ മകന് ജാമ്യം കിട്ടിയെന്ന് പത്രത്തിലുണ്ട് എന്ന് പറയുമ്പോ വൈജ പറഞ്ഞു പത്രക്കാരൊക്കെ അങ്ങനെ പലതും എഴുതി പിടിപ്പിക്കുകയൊക്കെ ചെയ്യൂലോ. പീഡിപ്പിച്ചെന്ന് പറയാൻ ഫ്രണ്ട് പേജും ഫോട്ടോകളും അത് പിന്നെ തിരുത്തി വരുമ്പോ എന്ത് ചെയ്യും? അത് ബാക്കി പേജിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോകും. എന്റെ മോൻ കുറ്റക്കാരനല്ല, അതുപോലെ ജാമ്യം അനുവദിച്ചു എന്നൊക്കെയുള്ള ആ വാർത്ത മൂലയ്ക്കാ കൊണ്ടിട്ടിരിക്കുന്നത്. ആര് കാണാനാ? അത് പിന്നെ അങ്ങനെയല്ലേ മേഡം, കുറ്റവാളി രക്ഷപ്പെടുന്നത് പത്രക്കാർക്ക് ഇഷ്ടമല്ല, ജനങ്ങൾക്കും ഇഷ്ടമല്ല. ശരിയാ കുറ്റവാളി ഇഷ്ടപ്പെടുന്നത് ആർക്കും ഇഷ്ടമല്ല. പീഡന കേസില് 10 പേരെ കൂടെ പ്രതി ചേർത്തു എന്നുള്ള വാർത്തയാണെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേനെ. അത് പിന്നെ ആൾക്കാർ രസം പിടിച്ച് വായിക്കുന്ന വാർത്തയല്ലേ പത്രക്കാർ കൊടുക്കത്തുള്ളൂ ഫ്രണ്ട് പേജില്. എന്നാ പിന്നെ ശരി മേഡം എന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. ആ സിസ്റ്റർ അങ്ങ് ഇറങ്ങിപ്പോയി. നമ്മുടെ വൈജി ഇങ്ങനെ തന്നെ കിടക്കാണ്. പിന്നെ കാണിക്കുന്ന സീൻ നിന്നിട്ട് ബബിത ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നിങ്ങനെ ഫോണൊക്കെ എടുത്ത് നേരെ നമ്മുടെ വൈജയനെ ഫോൺ വിളിക്കുക. അപ്പൊ ഭയങ്കര സന്തോഷം. നമ്മുടെ രോഹിത് വന്ന കാര്യം പറയണമല്ലോ.
രോഹിത് വന്നെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നേരെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വൈജ പത്രമൊക്കെ കൈ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഫോൺ കണ്ടത് പെട്ടെന്ന് എടുത്തിട്ട് എന്നടി ബബിതെ. അത് പിന്നെ അമ്മ രോഹിയേട്ടൻ വന്നു, അമ്മ അറിഞ്ഞായിരുന്നോ? അയ്യോ, ഞാൻ ജാമ്യം കിട്ടിയത് അറിഞ്ഞായിരുന്നല്ലോ, പക്ഷെ വന്നെന്ന് അറിഞ്ഞില്ല. അല്ല, നിങ്ങൾ വീട്ടിലെത്തിയോ? ഞാൻ അച്ഛന്റെ കൂടെ പോയത് കൂട്ടിക്കൊണ്ട് വരാന്. എന്നിട്ട് ഇതിലെ കൊണ്ടുവന്നില്ലല്ലോടി അവന്. നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ. ഞാൻ അച്ഛനോട് പറഞ്ഞതാ അമ്മേ. അച്ഛൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയൊന്നും വേണ്ട, നാട്ടുകാരെല്ലാവരും കാണുന്നു. ഓ പിന്നെ നാട്ടുകാർ കാണുന്നോർത്തല്ല എന്നോടുള്ള വാശി തീർക്കുന്നത്. ഇവിടെ വന്നിട്ട് പോയെന്നോർത്തണ്ട എന്നായിരുന്നു കുഴപ്പം? അത് പിന്നെ അച്ഛൻ ഇപ്പൊ നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അമ്മ. അവള് പറയുന്ന പോലെയല്ല. അല്ല, അവള് വന്നായിരുന്നു സബ് ജയിലിലേക്ക്? ആ അലീന? ഇല്ലില്ല, ഞാനും അച്ഛനും കൂടിയാ സബ് ജയിലിലേക്ക് പോയത്. നന്നായി. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ആ, നീ അവിടെ മണങ്ങാസിയാന്ന് പറഞ്ഞിരിക്കും, അവള് കയറി പോകും. ആ കാറിലേക്ക് കയറി ഫ്രണ്ട് സീറ്റിലല്ലേ മേഡം ഇരിക്കത്തുള്ളൂ. ഞെളിഞ്ഞിരിക്കുന്ന കണ്ടാൽ തോന്നും അവളുടെ സ്വന്തം കാറാണ്, ബാലചന്ദ്രന്റെ മുതലാളിയാണെന്നും ബാലചന്ദ്രൻ ഡ്രൈവറാണെന്നും. അതൊക്കെ പിന്നെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ അമ്മേ. ചോദിക്കാൻ മറന്നു. അല്ല, രോഹിമോനെ എങ്ങനെ ഇരിക്കുന്നു? അവൻ ക്ഷീണിച്ചു പോയോ? അങ്ങനെ വലിയ ക്ഷീണമൊന്നുമില്ല. ജയിലിൽ ഇപ്പം ഫുഡൊക്കെ നല്ലതാണെന്ന് അച്ഛൻ പറയുന്നത്. അല്ല, എന്നാലും പോലീസും ജയിലർമാരും കുറെ പേരും കൂടെ ചേർന്നിട്ട് എന്റെ മോനെ തല്ലി കാണുമല്ലോ, അതിന്റെ ക്ഷീണം ഉണ്ടാവൂല്ലോ. ആ, ഇടി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അന്ന് ഇവിടെ വെച്ച് രോഹിതനെ പിടിച്ചപ്പോ തന്നെ പോലീസ് ശരിക്കും കൊടുത്തായിരുന്നല്ലോ. അയ്യോ, എന്റെ മോൻ വെറുതെ പോലീസിന്റെ തല്ലുകൊണ്ടു ജയിലിൽ കൊണ്ടു വല്ല കുറ്റവും ചെയ്തിട്ടാണോ? ആ പോലീസുകാരെ എന്റെ കയ്യിലേക്ക് കിട്ടിയാലുണ്ടല്ലോ, ഞാൻ ഓടിച്ചു മടക്കി ഞൂർക്കും. അത് പിന്നെ അമ്മേ, ഞാൻ അച്ഛനോട് ചോദിച്ചായിരുന്നു, രോഹിയേട്ടൻ കുറ്റക്കാരനല്ലെങ്കിൽ ഇതുവരെ കിട്ടിയ തല്ലും അതുപോലെ തന്നെ ജയിലിൽ കിടന്നൊക്കെ ഭയങ്കര തെറ്റായി പോയില്ലേ എന്ന്, അതിന്റെ നഷ്ടപരിഹാരം കിട്ടണ്ടേ എന്നൊക്കെ. അപ്പം നിന്റെ അച്ഛൻ എന്തു പറഞ്ഞിരി? ആ, എന്തു പറയാനാ, അച്ഛൻ പറയുന്നതേ വേറെ ഒന്നുമല്ല, നമ്മുടെ സിസ്റ്റർ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ വെറുതെ വിടും, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇതിന്റെ പുറത്ത് ചെയ്യാൻ പറ്റില്ല. അതുവരെ കിട്ടിയ അടിയിടി ചവിട്ടിയും അപമാനവും ലോക്കപ്പിലിട്ടതും ജയിലടച്ചതും അതിനൊന്നിനും ആർക്കും ഉത്തരവാദിത്വമില്ല. അതൊക്കെ അവരുടെ ഓരോരോ നിയമങ്ങളൊക്കെയാണ്. ഓ പിന്നെ ഇതെന്തോ ഒരു സിസ്റ്റമാ, ഇതൊക്കെ മാറ്റണ്ടേ? നിരപരാധിയെ കയറ്റി ജയിലിലടയ്ക്കുക, തല്ലുക. അല്ലാമേ, ഞാൻ ഫോൺ വെക്കട്ടെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് എന്തായാലും ഇത്ര തീർത്തി, ഫോണൊന്നും വെക്കണ്ട. അതെ, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് രോഹിമോനോടൊന്ന് സംസാരിക്കണം. നീ ഈ ഫോണ് അവന്റെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കാമോ? അത് പിന്നെ രോഹിയേട്ടൻ മോളിലെന്ന് പറഞ്ഞാൽ എന്താ, ബഹിരാകാശത്താണോ? അല്ലല്ലോ, വീടിന്റെ മേളിലല്ലേ. നിനക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല അവിടെ വരെ. രോഹി ഇരിക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കടി ഫോണ്, എനിക്ക് എന്റെ മോനോട് സംസാരിക്കണം. ആ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ ബബിത കൊണ്ടുപോവാണ് കേട്ടോ. അത്രയും നേരം ബബിതയ്ക്ക് ഫോണിൽ കുത്തി ചാറ്റും ചീറ്റൊന്നും നടക്കത്തില്ലല്ലോ. എന്തായാലും ഈ സമയത്ത് നമ്മുടെ ബബിത മേളിൽ സ്റ്റെയർ കയറി നമ്മുടെ രോഹിത്തിന്റെ റൂമിലേക്ക് പോവാ. അങ്ങനെ വാതയ്ക്ക് ചെന്നിട്ട് രോഹിയേട്ടാന്ന് വിളിക്കുമ്പം രോഹിത് തുറക്കുന്നില്ല. അപ്പൊ ബബിത പറഞ്ഞു, അത് പിന്നെ രോഹിത് തുറക്കുന്നില്ലമ്മേ, നീ പൂച്ച കരയുന്നത് പോലെ കിടന്ന് അവിടെ വിളിക്കാതെ വാതിലിൽ തട്ടിട്ട് മുറുക്കെ ഒച്ചയ്ക്ക് വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, ഏയ് ഞാൻ അങ്ങനെ തട്ടിയാലും തുറക്കുന്നു തോന്നില്ല, നീ തട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തട്ടിയിട്ട് ഒച്ചയ്ക്ക് വിളിച്ചു. അപ്പോഴത്തേക്കും തുറക്കുന്നില്ല. അപ്പം ബബിത പറഞ്ഞു, രോഹിതേട്ടൻ എല്ലാവരോടും ദേഷ്യത്തിലായിരുന്നു, കാറിലിരുന്നപ്പോ ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. അവനെ ജാമ്യത്തിൽ ഇറക്കിയില്ലേ, പിന്നെ എന്താത്തിനാ അവൻ ദേഷ്യപ്പെടുന്നത്? അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ ഏതാണ്ടൊക്കെ ചോദിച്ച് സംസാരിക്കാൻ ശ്രമിച്ചത് കേൾക്കാത്ത മട്ടിൽ ഇരിക്കുകയായിരുന്നു. രോഹിത്തേട്ടനോട് പറഞ്ഞതാണോ എന്ന് പോലും രോഹിത്തേട്ടന് മനസ്സിലാവാത്തതാണോ അതോ അറിഞ്ഞുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എടി, നീ ഒന്നുകൂടെ വിളിക്കും, ഞാൻ അവനോട് സംസാരിക്കും, ഞാൻ അവന്റെ അമ്മയല്ലേ. അപ്പൊ വീണ്ടും നമ്മുടെ ബബിത രോഹിത്തേട്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറെ തട്ടിയപ്പോഴത്തേക്ക് രോഹിത്തിന് ദേഷ്യം വന്നിട്ടോ. രോഹിത് ദേഷ്യം വന്ന് തുറന്നിട്ട്, എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? അത് പിന്നെ എന്താ വാതിൽ തുറക്കാൻ താമസിച്ചത്? എത്ര പ്രാവശ്യം വിളിച്ചു, എനിക്ക് മനസ്സിലായിരുന്നു വാതിൽ തുറക്കാനായിട്ട്. ഞാൻ എന്തിനാ വാതിൽ തുറക്കുന്നത്? വാതിലെ വന്ന് മുട്ടി വിളിച്ചേക്കരുത്. ഞാൻ എന്നാ ചെയ്തിട്ടാ എന്റെ അടുത്ത് രോഹിതേട്ടൻ ദേഷ്യപ്പെടുന്നത്? അമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്ന് വിളിച്ചത്. പോ എന്റെ മുമ്പിൽ നിന്ന് പോകാനാ പറഞ്ഞത്. അമ്മ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, അമ്മയ്ക്ക് രോഹിതേട്ടനോട് സംസാരിക്കണമെന്ന്. എനിക്ക് ആരോടും ഒരു കോപ്പും സംസാരിക്കാനില്ല. ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു നമ്മുടെ ബബിത. ഈ സമയത്ത് രോഹിത് വാതിൽ ഒരൊറ്റ അടയടച്ചു. നമ്മുടെ വൈജി ഇതെല്ലാം കേട്ടായിരുന്നല്ലോ. അങ്ങനെ ബബിത പറഞ്ഞു, അത് പിന്നെ അമ്മേ, രോഹിതേട്ടൻ വാതില് അടയ്ക്കുക ചെയ്തത്, ഫോണ് മേടിച്ചില്ല, കൊടുത്തപ്പോഴത്തേക്കും വേണ്ടെന്നാ പറയുന്നത്. അല്ല മോളെ, നീ ഞാനാണെന്ന് പറഞ്ഞില്ലേ? ഓ, അമ്മയാണെന്നൊക്കെ പറഞ്ഞു, സംസാരിക്കണ്ട, മാറിപ്പോകാൻ പറഞ്ഞു എന്നോട്. അവന് എന്നാ പറ്റിയതായിരിക്കും? ആ, അതൊന്നും എനിക്കറിയത്തില്ല, എന്നാ പറ്റിയതാണോ എന്തോ. നമ്മൾ ഏതാണ്ട് ചെയ്ത പോലെയാണ് ഇപ്പൊ രോഹിതേട്ടൻ നമ്മളോട് പെരുമാറുന്നത്. ജാമ്യത്തിൽ ഇറക്കിയത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അല്ലടി, അവന് വേറെ എന്തെങ്കിലും വിഷമം കാണുമായിരിക്കൂടി. ഇതിനേക്കാളും ഭേദം ജയിലിൽ കിടക്കുന്നത് തന്നെയായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഇത്രയും ചാട പിന്നെയല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത ഇങ്ങനെ പുറപ്പെട്ടപ്പോഴത്തേക്കും
വൈജ പറഞ്ഞു നീ ഫോൺ വെച്ചോളാൻ പറഞ്ഞു, ഞാൻ പിന്നെ വിളിച്ചോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആ ശരി എന്ന് പറഞ്ഞ് ബബിത ഫോണും കട്ട് ചെയ്തു. അങ്ങനെ ബബിത ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ അലീന കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ആയിട്ട് രോഹിത്തിന് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ബബിത ചോദിച്ചു, അല്ല ഇതെന്താ, ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നീ? അത് ഇനി ഇത് രോഹിത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാ. ആ ചെല്ല് പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. കാരണം രോഹിത്തിന് ദേഷ്യം വന്നിരിക്കുമെന്ന് ബബിതയ്ക്ക് അറിയാലോ. അപ്പം നമ്മുടെ രോഹിത് എന്തെങ്കിലും പറയുന്നു ബബിതയ്ക്ക് അറിയാം. എന്നാൽ ഈ സമയത്ത് ബബിത അങ്ങ് മാറിപ്പോയി. അപ്പോഴത്തേക്കും അലീന ബബിതേനെ ഒന്ന് നോക്കിട്ടോ, എന്നാ ഇവിടെ ഇങ്ങനെ പറയുന്നതെന്ന്. എന്നിട്ട് അലീന എന്ത് ചെയ്തു, സ്റ്റെയർ കയറി പതുക്കെ നമ്മുടെ രോഹിത്തിന്റെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ അലീന നേരെ ചെന്നിട്ട് വാതിലയില് ചെന്ന്, രോഹിത് പ്ലീസ് വാതില് തുറക്ക്, എന്താ രോഹിത് വാതില് തുറക്കാത്തത്, തുറക്ക് വാതില് എന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാവധാനം നമ്മുടെ രോഹിത്തിനെ വിളിക്കുകയാണ് കേട്ടോ. രോഹിത് വാതിൽ തുറക്കാനൊന്നും കൂട്ടാക്കില്ല. എന്നിട്ട് ലാസ്റ്റ് രോഹിത് കുറെ വിളി കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടത്, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, ഇതെന്തൊരു നാശവാ, ജയിലിലില്ലല്ലോ ഇത്രയും ശല്യം, എല്ലാവരും കൂടെ മനുഷ്യന് സമാധാനം തരത്തില്ലേ? അത് പിന്നെ ഇപ്പൊ കുടിക്കാൻ ചൂട് കോഫിയുണ്ട്, കുറച്ചു കഴിഞ്ഞ് കുടിക്കാൻ ഫ്രഷ് ജ്യൂസ് ഉണ്ട്, ബിസ്ക്കറ്റും പഴവും എല്ലാം വെച്ചിട്ടുണ്ട്, എനിക്ക് കണ്ണ് കാണാം, വിശദീകരിക്കൊന്നും വേണ്ട, എന്നാ പിന്നെ ഇത് മേടിച്ചോ, ദേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുക, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും എപ്പോഴായാലും ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചല്ലേ പറ്റത്തുള്ളൂ, പിന്നെ എന്താ കഴിക്കാതിരിക്കുന്നത്, ഇന്നാ കഴിച്ചോ എന്നും പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും രോഹിത് അത് മേടിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു സീൻ നിങ്ങൾ പ്രമോയിലൊക്കെ കണ്ടു കാണും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടിപൊളി വിശേഷമാണ്. നമ്മുടെ രോഹിത്തിനെ മാറ്റി എടുക്കും നമ്മുടെ അലീന കേട്ടോ. അലീനയ്ക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം ആദ്യം ആ ഒരു വിഷമവും ദേഷ്യവും സങ്കടവും നാണക്കേടൊക്കെ കാരണമാണ്, വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.